നമസ്കാരം. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് എണ്ണ തേപ്പിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, എവിടെ കിടത്തി എണ്ണ തേപ്പിക്കാം. എവിടെ കിടത്തി എണ്ണ തേച്ചാലും കുട്ടിക്ക് കംഫർട്ടായ രീതിയിലും, അതുപോലെ കുട്ടിയെ എണ്ണ തേപ്പിക്കുന്നവരെ അനുസരിച്ചും, അതായത് കുട്ടി കയ്യിൽ നിന്നും വഴുതി പോകാത്ത രീതിയിൽ അവർ ചിലപ്പോൾ കാലിൽ കിടത്തിയാവാം, അല്ലെങ്കിൽ പാളയിലോ പായലോ കിടത്തിയാവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തിയാവാം കുളിപ്പിക്കുന്നത്. എന്തായാലും അത് കുട്ടിക്ക് കംഫർട്ടായ രീതിയിൽ, കുഞ്ഞ് വീണ് പോകാത്ത രീതിയിൽ ആയിരിക്കണം എന്ന് മാത്രം. എന്തെണ്ണയാണ് കുട്ടിക്ക് ഉപയോഗിക്കേണ്ടത്? ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, വിർജിൻ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നവ. പണ്ടൊക്കെ നാളികേരം പിഴിഞ്ഞ് ഉരുക്കി അതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്തിരുന്നു. അതുപോലെ നാളികേരം പിഴിഞ്ഞ് പാലും ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ ബിസി ലൈഫിൽ അതിനൊക്കെ മുതിരുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പോഴാണ് നമ്മൾ OTC ഓർ ഓവർ ദി കൗണ്ടറിൽ പോയി പറഞ്ഞ് വാങ്ങാൻ പറ്റുന്ന എണ്ണകളെ പറ്റി നമ്മൾ അന്വേഷിക്കുന്നത്. അങ്ങനെ എനിക്ക് സാറ്റിസ്ഫൈ ആയി തോന്നിയ ഒരു പ്രൊഡക്റ്റാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി ഓയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. കോട്ടയ്ക്കലിൻ്റെ തന്നെ ലാക്ഷാതി കേരതൈലം ഒരു ലാക്ഷാതി വെളിച്ചെണ്ണയുടെ ഒരു ഡെറിവേറ്റീവാണ് ബേബി ഓയിലും. ശരീരപുഷ്ടിക്കും മസിൽ സ്ട്രെങ്തിനും ആരോഗ്യത്തിനും അതോടൊപ്പം ത്വക്കിന്റെ സംരക്ഷണത്തിനുമാണ് ലാക്ഷാതി കേരതൈലം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാറ്. ലാക്ഷാതി കേരതൈലത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളിൽ സുലഭമായി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതും പ്രധാനപ്പെട്ടതുമായ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ വെളിച്ചെണ്ണയിൽ കാച്ചിയാണ് ബേബി ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കോലരക്ക്, മഞ്ഞൾ, ഇരട്ടി മധുരം, അമുക്കുരം എന്നീ മരുന്നുകൾക്ക് പുറമെ തൈര് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന മരുന്നെണ്ണയിലേക്ക് വിർജിൻ കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്താണ് ബേബി ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് 20% മരുന്നെണ്ണയും 80% വിർജിൻ കോക്കനട്ട് ഓയിലും കമ്പൈൻ ചെയ്തിട്ടാണ് ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ലാക്ഷാതി കേരതൈലവും നാൽപ്പാമരാതി കേരതൈലവും ഒക്കെ ശിരസ് ഒഴിവാക്കി മുഖം മുതൽ കാല് വരെ ഉപയോഗിക്കാനാണ് പറയാറ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി ഓയിൽ ശിരസിലും ശരീരത്തിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എണ്ണ തേക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ചെവിയുടെ പിറകിലും പാദങ്ങളിലും എണ്ണ തൊട്ടു കൊടുത്തതിന് ശേഷം ശരീരം മുഴുവനായും എണ്ണ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക. കാരണം സ്കാൽപ്പിൽ അല്ലെങ്കിൽ തലയോട്ടിയിൽ തേച്ച കൈകൊണ്ട് കുഞ്ഞിന്റെ ശരീരത്തേക്ക് എണ്ണ തേക്കുമ്പോൾ ചില സ്കിൻ ലീഷൻസ് ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തലയിൽ എണ്ണ തേച്ചതിനു ശേഷം ശരീരത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം തലയിൽ എണ്ണ നിന്നിട്ട് നീരിറക്കം, ജലദോഷം, കഫക്കെട്ട് മുതലായ ബുദ്ധിമുട്ടുകൾക്കും സാധ്യതയുണ്ട്. ശിരസ്, തോൾഭാഗം, വയറ്, ബട്ടക്സ്, കാലിന്റെ ഉപ്പൂറ്റി അഥവാ ഹീൽസ് എന്നിവിടങ്ങളിൽ റൗണ്ടായി, അതായത് നമ്മുടെ ഉള്ളംകൈ വട്ടത്തിൽ കറക്കി നമുക്ക് എണ്ണ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരിടത്തും വളരെ അമർത്തി, അതായത് നമ്മുടെ പ്രഷർ മുഴുവൻ കൊടുത്ത് എണ്ണ തേക്കാൻ പാടില്ല. ജസ്റ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ തലോടുന്നത് പോലെ മാത്രം, അതായത് സോഫ്റ്റ് ആയിട്ട് വേണം എണ്ണ അപ്ലൈ ചെയ്യാൻ. എപ്പോൾ എണ്ണ തേപ്പിക്കരുത്? പനി, ജലദോഷം, കഫക്കെട്ട് എന്നീ കണ്ടീഷനുകളിൽ നമ്മൾ എണ്ണ തേപ്പിക്കാൻ പാടില്ല. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകളിൽ, അതായത് കൂടുതൽ ഇറിറ്റേഷൻ കാണിക്കുക, കുഞ്ഞ് അമിതമായി കരയുക, ഉറങ്ങാതിരിക്കുക, പാല് കുടിക്കാതിരിക്കുക തുടങ്ങിയ കണ്ടീഷനിൽ എണ്ണ തേൽക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓയിൽ ശരീരത്തിൽ ആദ്യം പുരട്ടി പിന്നീട് അവസാനം തലയിൽ പുരട്ടി എണ്ണ നന്നായി അപ്ലൈ ചെയ്യുക. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ കുഞ്ഞുങ്ങളെ സോഫ്റ്റായി മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം 15 മുതൽ അല്ലെങ്കിൽ 10 മുതൽ 15 മിനിറ്റ് വരെ മാത്രം കുഞ്ഞിനെ വെറുതെ ഒന്ന് കിടത്തുക. അതിൽ കൂടുതൽ വേണ്ട. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ജലദോഷമോ കഫക്കെട്ടോ തലനീരിറക്കമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം 15 മിനിറ്റ് കുഞ്ഞിനെ വെറുതെ കിടത്തിയാൽ മതിയാവും. ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാവുന്നതാണ്. വെള്ളം ചൂടാക്കുമ്പോൾ ചെറിയ കഷ്ണം നാൽപ്പാമരപ്പട്ട ഇട്ട് ചൂടാക്കുന്നത് നല്ലതായിരിക്കും. കുളിപ്പിക്കാൻ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ തന്നെ ബേബി ഗ്ലോ സോപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി ഓയിൽ ചൂടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എണ്ണ ഡയറക്റ്റായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ എണ്ണ തേക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് നോക്കാം.
കുഞ്ഞിൻ്റെ ശരീരത്തിലെ രക്തയോട്ടം നന്നായി കൂടി നന്നായി ഉറങ്ങാൻ സാധിക്കുന്നു. സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ കുറച്ച് നല്ല മോയ്സ്ചറൈസ് ആക്കി വയ്ക്കുന്നു. മറ്റ് സ്കിൻ ഇൻഫെക്ഷൻസോ സ്കിൻ ഡിസീസുകളോ ഒക്കെ വരാതെ സ്കിന്നിനെ കാത്തു സൂക്ഷിക്കുന്നു. സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലാക്ഷാതികേരം പോലെയുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ ദേഹപുഷ്ടി, മസിൽ സ്ട്രെങ്ത്, മസിൽ പവർ ഇതൊക്കെയും തൈലാഭ്യംഗം അഥവാ എണ്ണ തേപ്പ് കൊണ്ട് കുഞ്ഞിന് ലഭിക്കുന്നു. അതുകൊണ്ട് എണ്ണ തേച്ച് നല്ല കുട്ടപ്പന്മാരാക്കി നമ്മുടെ കുഞ്ഞുമക്കളെ നമുക്ക് വളർത്താം. താങ്ക് യു.